എൻ്റെ കാര്യത്തിന് ശബ്ദം വന്നേ ഉള്ളൂ. അയ്യോ ഇവിടത്തിട്ട് കരഞ്ഞു, അതിന് മുമ്പേ കരഞ്ഞ് കുളവാക്കി. എൻ്റെ സങ്കടം ഞാൻ ആരെടുത്ത് പറയും? നീ എല്ലാവരും ഞാനാണുള്ള എൻ്റെ സങ്കടമൊക്കെ പറയാൻ. അറിഞ്ഞോ, എൻ്റെ ബൈക്കിലുള്ള സ്കിന്ന് പോയതല്ല, എൻ്റെ നെറ്റ് പോയി. ഐബിൻ്റെ എൻ്റെ നെറ്റാ ചേർന്ന്, ഐബിൻ്റെ എൻ്റെ നെറ്റ് മുഴുവൻ ഞാൻ കണ്ടു തീർത്ത്. ഇതാ പറഞ്ഞത് ആനിമേ ഓവറായിട്ട് കാണല്ലേന്ന്. കണ്ട അവസ്ഥ കണ്ട, എൻ്റെ നെറ്റ് ചേർന്ന്. നെറ്റോടെ സ്കിന്ന് വരൂ. അല്ല സ്കിന്നല്ലേ പോയേ, എൻ്റെ പ്രോ ഗെയിം പ്ലേ ഒന്നും പോയിട്ടില്ല. പലരും വിചാരിക്കും എനിക്ക് മെന്റിലാന്ന്. ആടാ എനിക്ക് മെന്റില്ല. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തോണ്ട് എനിക്ക് മെന്റിലാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇന്നത്തെ വീഡിയോക്കകത്ത് നമ്മൾ ചെയ്യാൻ പോവാണ്, അതിൻ്റെ പേരെന്തോന്ന്, എന്തോടാ എൻ്റെ പേര്, എവിടെ എൻ്റെ പേര്, മണ്ടക്ക് നെതർ വാട്ടർ ഫാം ഉണ്ടാക്കാൻ പോവാണ്. ഫോർ പോഷന് വേണ്ടി ഞാൻ വിചാരിക്കുകയാണ് നമുക്ക് സ്ലോ പോഷൻ ഉണ്ടാക്കിക്കൊണ്ട് പോയാലോ ഒന്ന് ഇലക്ട്ര എടുക്കാൻ. സോ അത് വെച്ച് ഒരുപാട് ഉപകാരങ്ങളുണ്ട്, അറിയാമല്ലോ. എൻ്റെ സ്കിന്ന് പോയത് എങ്ങനെയാണെന്ന് ഇത്തിരി വ്യക്തമാക്കി തരാം. നിങ്ങൾക്കറിയാമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. എഞ്ചിൽ വെച്ചിട്ട് അത് നമുക്ക് നെറ്റ് ഉണ്ടെങ്കിൽ സ്കിന്ന് വരും. എൻ്റെ നെറ്റ് തീർന്നു, ആനിമയാണ്ട് എടുത്തതാണ്. അപ്പം കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ ഇവിടെ എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടുത്തെ ഈ ബാക്ക് ഏരിയ ക്ലീൻ ചെയ്ത് നമ്മളവിടെ ഒരു പുതിയൊരു സ്റ്റെയർ ടൈപ്പ് ഉണ്ടാക്കി. അയങ്കോല കഴിഞ്ഞ എപ്പിസോഡിൽ പടഞ്ഞ് ചാവുകയാണ്. അങ്ങനെ തൃപ്തി വെരി കുടിച്ചോ. ഞാനൊരു അടിച്ചപ്പോൾ ചത്തുപോയി, ഹൾക്കിൻ്റെ പവർ. അപ്പം ഇന്നത്തെ എപ്പിസോഡിൻ്റെ അകത്ത് നമ്മൾ അവിടുത്തെ ആ ബാക്ക് ഏരിയ മുഴുവൻ ക്ലീൻ ചെയ്ത് ഡേറ്റ് ബ്ലോക്ക് പ്ലേസ് ചെയ്യാൻ പോവാണ്. ഡേറ്റ് ബ്ലോക്ക് പ്ലേസ് ചെയ്തിട്ട് നമ്മളൊരു ആ പുറകുവശത്ത് അല്ലെങ്കിൽ സൈഡ് ഭാഗത്തുമല്ല നമ്മൾ അനദർ വേൾഡ് ഫാം ഉണ്ടാക്കും. സോ അതിന് മുമ്പ് ഡേറ്റ് ബ്ലോക്ക് എടുത്തിട്ട് പണി തുടങ്ങാം. ഇന്ന് പതിവില്ലാത്തത്ര ഉന്മേഷമുണ്ട് കൈസ് എൻ്റെ ഉള്ളിൽ. എന്തുകൊണ്ടാണെന്നറിയൂല. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ഈ ഉന്മേഷങ്ങളൊക്കെ. അപ്പം ലൈക്കും ചെയ്ത് കമൻറ്റ് ചെയ്ത് അങ്ങോട്ട് പവറാക്കുക കൈസ്. ഇതെന്തായാലും കഴിഞ്ഞോളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എൻ്റെ വിശ്വാസം ഒരിക്കലും പറ്റിക്കാറില്ല. പോയി കുറച്ചും കൂടെ എടുത്തുകൊണ്ട് വരാം. വിശ്വാസം ചതിച്ച് ഇതെങ്ങനെ വർക്കിംഗ് അല്ലേ? ഈ ലാസ്റ്റ് ബ്ലോക്ക് വർക്കാവുന്നില്ല. അതെനിക്കൊന്ന് ശരിയാക്കണമല്ലോ. അതായത് ഇവിടെ നിങ്ങൾ ലാവ എടുത്ത് ഈ ഒരു ബ്ലോക്കിൻ്റെ മണ്ടക്ക് ഇവിടെ ലാവയില്ല. ഇനി ഇത് വർക്കാവേണ്ടതാണ് പഴയ പോലെ. ഓക്കെ, ഇനി ഇവിടെ എടുത്തിട്ട് വരാം. ഇവിടെ മുഴുവൻ ക്ലീൻ ആയിട്ടുണ്ട്. ഇപ്പം ഇവിടെ ഉണ്ടാകുന്ന ആ മലയൊക്കെ പോയപ്പോൾ എന്താ ഒരു രസം. ഇവിടെ മല ഉണ്ടെന്നപ്പോൾ എന്തൊക്കെയായിരുന്നു, ഒന്നും കാണാൻ കൊള്ളത്തില്ലായിരുന്നു. ഇനി ഇവിടെ അടുത്തായിട്ട് നമുക്ക് ഇവിടെയാണ് ഉണ്ടാക്കേണ്ടത്. അത് വേറൊന്നല്ല കൈസ്, നമുക്കൊരു ഫാമാണ് ഉണ്ടാക്കേണ്ടത്. വെറും 5 ബ്ലോക്ക് ഒഴിച്ചാൽ മതി. ലാസ്റ്റ് തോക്കെ എങ്ങനെ ഒഴിക്കുമ്പം ഈ ഒരു 5 മതി. അതായത് 1 2 3 4 അപ്പം ഈ ബ്ലോക്ക് ഞാൻ ഇങ്ങനെ ഒഴിക്കുകയാണെങ്കിൽ എന്തായാലും 2 ബ്ലോക്ക് മൈനാവും. അപ്പം ഇങ്ങനെ ഒഴിക്കുകയാണെങ്കിൽ ഈ 2 ബ്ലോക്ക് മൈനാവും. കണക്കൂടെല്ലാം തെറ്റി. ഇനി പോയി സോൾ സാൻഡ് എടുത്തിട്ട് വരാം. സോൾ സാൻഡും നെതർ അങ്ങനെയല്ല അതിൻ്റെ പേര്, അതും എടുക്കണം. നെതർ വാൾട്ട്, യാ. സോൾ സാൻഡ് 39 ഉണ്ടല്ലേ സോൾ സാൻഡ്. ഇത്ര മതി. ഇനി ഈ സംഭവം ഇങ്ങനെ വെക്കണം.
ഇനി തന്നെ വളർന്നോളൂ. ഇതിന് വെള്ളമൊന്നും വേണ്ട ഗൈസ്. ഇതിന് ഈ സോൾ സാൻഡ് മതി. ഈ സോൾ സാൻഡിൽ എന്തോ ഇനി കിട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിന് സോൾ കിട്ടുമെന്ന്. ഇത് കണ്ടാൽ തന്നെ അറിയാം ഇതിനകത്ത് എന്തോ പ്രേതബാധ ഉണ്ടെന്ന്. പ്രേതബാധ വേണ്ട, പ്രേതബാധ അതുണ്ട്. അതാണിതിങ്ങനെ വളരുന്നത്. അല്ലേ വളരില്ല. അതായത് ഇനി വെയിറ്റ് ചെയ്ത് വളരുന്ന വരാം. വെയിറ്റ് ചെയ്യണമെന്നല്ലേ, വേറെല്ല പണി നോക്കാം. ഇനിയും കിടക്കുന്ന ടൈം. എൻ്റെ ഈ ബൂട്ട്, ഈ ബോട്ടിനായിട്ടുള്ള സാധനങ്ങൾ വാങ്ങേണ്ട ടൈമായി. വാ ബൂട്ട്. അയ്യോ കിട്ടി. നമുക്ക് എൻ്റെ ജസ്റ്റ് മണ്ടക്കത്തെ സ്റ്റോറേജിനകത്ത് കുറച്ച് ബുക്ക് കിടപ്പുണ്ട്, അത് എടുത്തുകൊണ്ട് പോവാം. എന്നിട്ട് അവിടെ ചെന്നിട്ട് ബൂട്ടിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് എൻജോയ് ചെയ്യാം. എന്നിട്ട് അടുത്ത എപ്പിസോഡിന് പോകാനുള്ള പ്രിപ്പറേഷൻ ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് മെൻഡി ഫ്ലെയിമല്ല, മെൻഡി. ഇപ്പോൾ തന്നെ നമുക്ക് 6 ഒരെണ്ണം കൂടെ കാണും. അല്ല ഇത്രയോളം തോന്നുന്നു. ഫയർ ഹോസ്പിറ്റൽ അത് സോഡിനാണ്. അത് ഹെൽമെറ്റ്, സാപ്ലെസ്, പഞ്ച്, അത്രേ ഉള്ളൂ. നോ പാക്ക്. ഇത്രേ ഉള്ളൂ ഗൈസ്, ഇത്രേ ഉള്ളൂ. വീട്ടിൽ പോവാം. ഇത്ര നമ്മുടെ ബൂട്ട് ഇടണം. പോകുന്നതിന് മുമ്പ് നമ്മുടെ ബൂട്ട് കാലിയാക്ക് വേൻ. ബൂട്ടിനകത്തുള്ള എൻജോയ്മെൻറ്റ് എപ്പോഴും നമ്മൾ കാലിയാക്കണം. നോക്കണം എനിക്ക് ആ ഡ്രിപ്ത് സ്പൈഡർ എന്ന് പറയുന്ന ടിപ്ത് സ്പൈഡർ അങ്ങനെ എന്തിനാ യൂസ് ചെയ്യുന്നത് അറിയൂല. അത് നോക്കണം. അത് ബൂട്ടിന് തന്നെയാണെന്ന് തോന്നുന്നു. ഫാമിൽ നിന്ന് ഒരു സ്റ്റക്കായാണ് എടുത്തേക്കാം. അത് മറ്റേ അവിടെ അത് പൊട്ടാനിരിക്കുമോ കണ്ട ലോഷൻ പോഷൻ അതും ഉണ്ടാക്കണം. എൻ്റെ ഡൗട്ട് ഇതാണ്, ആ ഡെപ്ത് സ്പൈഡർ അങ്ങനെയല്ലേ ഇതിൻ്റെ ഒരു അത് ബൂട്ടിനുള്ളതായിരുന്നു. ഞാൻ വിചാരിച്ച പോലെ തന്നെ ഇറ്റ് ഈസ് ബൂട്ടിനുള്ളത് തന്നെ. ഫസ്റ്റ് ഇത് നമുക്ക് രണ്ടായിട്ട് കമ്പൈൻ ചെയ്തിടണം, എന്നാലേ വർക്ക് ചെയ്യൂ ഗൈസ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിടണം മെൻഡിയെ, ഫെദർ ഫോളിങ്, ഇതെന്തിട്ടാ ത്രോംസ് ഇടാം. 12 XP കുറഞ്ഞ XP ആക്കാൻ നോക്കണം നമ്മൾ, മാക്സിമം 6 XP. ഓക്കെ സെറ്റ്. ഫെദർ ഫോളിങ് 5, അൺബ്രേക്കിങ്. ആയിട്ടുണ്ട്. ഇനി ബൂട്ട് ഏറ്റവും കുറഞ്ഞ XP തരുന്നത് 8, 19. ഇതാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ ഇതിപ്പോൾ ചെയ്യണ്ട, പതിയിടാം. ഇതിടാം. ഇത് 22 അത് പതിക്കടാം ഗൈസ്. നമുക്ക് ഇനിയിപ്പോൾ XP ഒപ്പിക്കണം. 6 SPക്ക് വരുമോ ഇനി? 10. 10. ഇനി അടുത്ത എത്ര? 30 അയ്യോയ്ക്കോ 26. അതുകൂടെ നമ്മുടെ മാക്സ് ആവും. ഓക്കെ 26 ഇപ്പോൾ ഒപ്പിക്കാം. ഒരു ഡയമണ്ട് എടുത്തിട്ട് വരാം. എനിക്ക് ആ ബോക്സ് ഉണ്ടാക്കിയിട്ട് പാട്ടിടണം ഗൈസ്. പാട്ട് എൻ്റെ കുറച്ച് CD ഒക്കെ ഇരിപ്പുണ്ട്, അതൊക്കെ ഇട്ട് പാട്ടായിട്ട് ചില്ലായിട്ട് നമുക്ക് മോബിനെ കൊല്ലാം. അയ്യോ ഇനി ഞാൻ പാട്ട് കേൾക്കുവേ, മൈൻക്രാഫ്റ്റിനകത്ത് പാട്ട് കേൾക്കുവേ. ഒരു ഗെയിം ക്രാഫ്റ്റിംഗ് ഹെർ. ഓക്കെ അവിടെ ഇതെനിക്ക് ഞാൻ അവിടെ വെക്കോടാ. ഇതവിടെ വെക്കും, ഞാൻ ഇവിടെ വെക്കാം. ജസ്റ്റ് ഗോ. കേൾക്കുന്നുണ്ടോ ഗൈസ് നിങ്ങൾ? ഇതാടാ ഈ പാട്ട്. ഇനി ആരെ തിരിച്ചു വരും? എൻ്റെ മേത്തോളൂ. ഇത് കൊള്ളാമല്ലോ, ഇത് നല്ല രസം, ഇതിന് നല്ല രസമുണ്ട്. ഐ ഫൗണ്ട്. ഓക്കെ ഓക്കെ ഗൈസ്, ഇത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ബേസിക്കലി സംഭവം ഇതാണ്. ഞാൻ ഇനി ആരല്ലേ ഇവിടെ ഇട്ട് മണ്ടക്കോട്ടാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ഈ ആരോ അവിടെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ മണ്ടക്കോട്ട് വരുമ്പോൾ എനിക്ക് ആരോ ഇന്ന് ഡാമേജ് ഇട്ട് ചാവുമോ, അതാ എനിക്കൊന്നും പറ്റാതിരിക്കുമോ. ഓക്കെ ലെറ്റ്സ് ഗോ. ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ
ആർട്ടിനൊന്നും സംഭവിക്കുന്നില്ല. ഓ ആർട്ടൂർ എന്നുണ്ടേ. സർവൈവ് ചെയ്യാൻ പറ്റുമോ എന്നെ കൊണ്ട്? 26 കഴിഞ്ഞ് ഞാൻ പോണ്. ഫെദർ ഫോളിങ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ചാവുമോ? ഞാൻ ഈ ബ്ലോക്കിൽ ഗ്രാസ് പൊട്ടിക്കാൻ നോക്കി നടന്നില്ല. കുഴപ്പമില്ല. ഓക്കെ, അങ്ങനെ നമ്മുടെ ഇതെല്ലാം അഞ്ചൈൻമെൻ്റ് ആയിട്ടുണ്ട്. ഇനി ബോയും കൂടെ അഞ്ചൈൻമെൻ്റ് ആയി കഴിഞ്ഞാൽ ഏകദേശം ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് പോർഷൻ ഉണ്ടാകണം, നമ്മുടെ ബോയും അഞ്ചൈൻമെൻ്റ് ചെയ്യണം. അടുത്ത എപ്പിസോഡിൽ തന്നെ മാക്സിമം നമുക്ക് പോകാൻ ശ്രമിക്കാം. അടുത്ത എപ്പിസോഡിൽ തന്നെ നമുക്ക് NCT കാല് കുത്തണം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട ഡു ലൈക്ക് സബ്സ്ക്രൈബ്. ഇപ്പോഴും ആകുമ്പോൾ പോയില്ല. അപ്പം അടുത്തിടത്തേക്കും ടാറ്റ ബൈ.